എന്റെ ഈശ്വര, കുറച്ച് ഓക്സിജൻ കിട്ടുമോ? കുറച്ചു പോരാ, ഒരു സിലിണ്ടർ തന്നെ വേണ്ടി വരും. അടുത്ത വാർത്ത പുറകെ വരുന്നുണ്ട്. എന്ത്? കുരിയച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. കുട്ടനാടിന്റെ MLA ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തിയും പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ ആളാ. പാർട്ടിയിൽ നിന്നും പുറത്തായി കഴിയുമ്പോൾ കുരിയച്ചന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം. എന്താ അത്? നിന്നെ കൊല്ലുക എന്ന സ്വപ്നം. സാരമല്ല, നിന്റെ അവസാനത്തെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരെണ്ണത്തിനുള്ള സമയം കിട്ടും. ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം. ഞാൻ രേവമ്മയോട് സംസാരിക്കാം. എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. ഒറ്റയ്ക്ക് വിടണ്ട, ഞാനുണ്ടല്ലോ. ഈ ചെറുക്കനോടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞേ. നീ ഒന്ന് പുറത്തു നിന്ന്. ഞാൻ പുറത്തോട്ട് പോവില്ല. ഇവരെന്താ ഒന്ന് പുറത്തിറങ്ങി നിന്നാല്? പുറത്തിറങ്ങില്ല. അതെ, ഞാനില്ലാതെ ഇവൻ പുറത്തിറങ്ങില്ല. അത് വേറെ കാര്യം. രേവമ്മ കാര്യം പറ. ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന അവക്ക് എന്നാ കൊടുക്കും? 2000 രൂപ. 2000 രൂപ? അത് നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ. 2 പേർക്ക് 1000, 18 പേർക്ക് 2000. അങ്ങനെ നിനക്ക് അടപടല് തിന്നാൻ എന്റെ മോളെ കിട്ടില്ല. കൈനഗിരി ജയശ്രീ വരില്ല. അത് ശരി. അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മയും മോളും കൂടെ നാടകം കളിച്ചതല്ലേ? അതെ, കാശ് കിട്ടുന്നത് കൊണ്ടല്ലേ. 5000 രൂപ കിട്ടിയാലേ ഞാനൊന്ന് വരൂ. കൈനഗിരി ജയശ്രീ, കണ്ണിച്ചോരയില്ലാതെ കാശ് ചോദിക്കരുത്. അതെ, നമ്മുടെ പയ്യനല്ലേ, എന്തേലും ഒന്ന് കുറച്ചു കൊടുക്കും. കാശ് കുറച്ചിട്ട് കൈനഗിരി ജയശ്രീ വരില്ല. നീ എന്തു കൊടുക്കും? 3000. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഗ്രാം നടക്കണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 4000. അതേ കുറഞ്ഞ് ഞാൻ വരത്തില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാ. സമ്മതിച്ചേക്ക്. അല്ല, ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടുപോകും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും. നടക്കും. നീ എന്റെ മോള് തന്നെ അടി. ഇപ്പൊ മനസ്സിലായില്ലേ? അതെ, തനിച്ച് 2 വർത്താനം പറയാൻ വന്നതാ. കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല. ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ചൊപ്പിച്ച പ്രോഗ്രാമാ. ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ 5 പൈസ കിട്ടില്ല. പക്ഷെ എന്നാൽ അവനത് നടത്തും. അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. മോളെ, കാലയിലൊരു മുള്ളുകൊണ്ടാ തീരും. കലയാണ്. അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്ര ആക്രാന്തം പാടില്ല. ചക്കക്കൂട്ടെന്താ ഇവിടെ? വിളിച്ചു വരുത്തിയതാ. ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്. എന്ത്? ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ടുവരാൻ. അതിന് ടിപ്പുണ്ടാ? 500 കൊടുത്തില്ല. അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത്. മോഹിനിയേട്ടൻ കുച്ചിപ്പുടി ആണോ? എന്തൊരു ഡാൻസ് ആടാ. എന്ന് തൊട്ട്? കണ്ട അന്ന് തൊട്ട്. തോന്നോടാ, നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ. നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ? അല്ലേ? അല്ലെങ്കിൽ പറ. ആർക്ക്? 500. ഇരിക്കട്ടെ, ഇത്രയും പറഞ്ഞതല്ലേ. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ പറയാം. അവന്റെ ഇല്ല അഞ്ഞിട്ടല്ലേടാ. അടിപൊളി. Dear friends, today's our program ends here. ഇംഗ്ലീഷ് കലക്കണ്ടല്ലേ? And anybody wants to take photos with artists can come on stage. But before that, ladies and gentlemen, the big chef of my houseboat, Mr. Sushilan.
he is very much excited about her dance. Very much. So he is going to give her rupees 500 as tip. Please welcome Mr. Sushil on stage. കൊടുക്ക്, അവന്റെ അടുത്ത് കാശില്ലാത്തോണ്ടല്ലേ. ഓ സുശീലേട്ടാ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്റെ 500 രൂപ. നിന്റെ 500 രൂപ എടാ മണകൊണാഞ്ച, ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ 8 സായിപ്പന്മാരൊന്നും അനങ്ങും. അല്ലാതെ നിനക്ക് 500 രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളോ? കൊടുത്തിട്ട് പോടാ. വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ, കൺഗ്രാറ്റുലേഷൻ. മുണുങ്ങ് വാങ്ങിച്ചോളൂ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മുതലാളി മോനെ. Thank you, Sushil. Now anybody and everybody can give tips, take photos. Yeah, this is Kalathalam Jayasri, very famous dancer, and yeah, thank you. Yeah, thank you very much. Thank you. Yes. ഞങ്ങളൊരു ഫോട്ടോ എടുത്തടാ. അല്ല ഫോട്ടോ എടുക്കടാ. വിജയ ഫോൺ നടക്കുന്ന പട്ടം ചെക്കിയാൽ എടുക്കടാ. ആ റെഡി എടുക്കടാ. 3500, 4000. ദാ. 2 മതി. ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി. ഹേയ്, 4000-ന് വേണ്ടി ഒരുപാട് വഴക്കട്ടല്ലേ, കുറയ്ക്കണ്ട. പിന്നെ ടിപ്പ് അത് ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം. ദാ പിടിക്കുക. അതിനും കാരണം ഓ, അതൊക്കെ ഇതിന്റെ ഭാഗമാണോ? ദേ, പിടിച്ചേ. 2 മതി. വെക്കടോ. നിങ്ങളായിരുന്നു? അതെ. ആരാ ഇവര്? മൈ ബ്രോസ്, ചേട്ടന്മാരാ. ഇവരോ? യാ. മോളു, ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം എന്ന് പറയുന്നത്? നീന്തിയണ്ട പാവം. ദേ, ഇവരെ പറഞ്ഞു വിട്. പറഞ്ഞു വിടാനാ? ചതിക്കല്ലേ. രൂപ 500 കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ. എനിക്ക് കൂട്ടിന്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പറഞ്ഞു വിട്. നിനക്ക് ഞങ്ങളെ ബോധിച്ചില്ലേ? ഇല്ല. അതെ. എവിടുന്ന് കിട്ടിയുടെ സാധനത്തിന്? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ എന്നെയൊന്നും ഞാൻ അപ്പ കാണിച്ചു തരാം. ദയവ് ആശുപത്രി എത്തുന്നവരെ മിണ്ടരുത്. ഒരനിയന്റെ അപേക്ഷയാണ്. എടാ, നിന്റെ ചേട്ടന്മാരുടെ വായടക്കം മാത്രം ആയാളൂ. പ്ലീസ്. ഓക്കെ ഓക്കെ. എല്ലാം ഓക്കെ. അവരിനി മിണ്ടില്ല. വരൂ. ബേസിക്കലി വിവരമില്ലാത്തതിന്റെ കുറച്ച് വിവരമില്ലായ്മയുണ്ടെന്നേ ഉള്ളൂ. തന്നെയല്ലേ ചേട്ടന്മാര്? കറക്റ്റ്. അനിയോ, എന്തോ കൊണ്ടടക്കണതൊക്കെ കൊള്ളാം. അവസാനം ഈ സാധനത്തിനെ കൊണ്ട് ചക്കാട്ടറവാട്ടിലേക്ക് വന്നേക്കണം. എന്നെ ആശുപത്രി കൊണ്ടാക്കാൻ ഇയാളെ കൊണ്ട് പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ കൂടെ വാ, ഇല്ലെങ്കിൽ എനിക്ക് തനിച്ച് പോകേണ്ടി വരും. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. അത് ഒരു മിനിറ്റ്, എന്നെ കൊണ്ടേ പോകും. അതെ, നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? സന്തോഷമായല്ലോ. എൻ്റെ 500 പോയി. പോകാം. ഓ, ഒരുപാട് പാമ്പുകളുണ്ട്, അതാ. വരൂ.
അയ്യോ ചെയ്യരുത്. മാറടാ, മാറടാ. ഗോപാ, ഗോപാ, എടാ, പിടിക്ക്. എടാ, ഗോപാ.